തിരികെ വാർത്തയിലേക്ക്. പാർലമെന്റ് എന്തും ചേരും. അദാനി വിഷയത്തിൽ ഊന്നിയുള്ള നീക്കമായിരിക്കും കോൺഗ്രസ് സഭയുടെ ഇരുസഭകളിലും നടത്തുക. ഇന്ത്യ മുന്നണിയിലെ നേതൃതല ഭിന്നത പരസ്യമായതിനു ശേഷം ചേരുന്ന സഭാ സമ്മേളനത്തിൽ ഇത് പ്രകടമാകുമോ എന്നതും പ്രസക്തമാണ്. ഇന്ത്യ മുന്നണിയിലെ തർക്കം ഭരണപക്ഷം ആയുധമാക്കാനും സാധ്യതയുണ്ട്. കിരൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, ഏറ്റവും പ്രധാനമായി ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ മമതാ ബാനർജി പ്രാപ്തയാണെന്ന് ശരത് പവാർ അടക്കം പറഞ്ഞ സാഹചര്യം നമുക്ക് മുൻപിലുണ്ട്. അപ്പോൾ രാഹുൽ അതിന് പ്രാപ്തനല്ലേ എന്നുള്ള ചോദ്യം മറുവശത്ത് നിൽക്കുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ ഇന്ന് പാർലമെന്റ് ചേരുകയാണ്. ഈ വിഷയമൊക്കെ പാർലമെന്റിൽ ഇന്ന് ഒരു ചർച്ചയാകുമോ, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ന് വീണ്ടും അദാനി വിഷയത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയത്തിൽ കൂടി അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസിൽ നിന്ന് മണികണ്ഠൻ ഠാക്കൂർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് ചന്ദ്രബാബു നായിഡുവിനെ നേരത്തെ അജിത് പവാറിനെ ED കേസുകളിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനും സമാനമായ രീതിയിൽ ക്ലീൻ ചിറ്റ് നൽകുന്നു. BJPയെ പിന്തുണയ്ക്കുന്ന പാർട്ടിയിലെ നേതാക്കൾക്കെല്ലാം അഴിമതി കേസുകളുണ്ടെങ്കിൽ അവർക്കെല്ലാം ക്ലീൻ ചിറ്റ് ED നൽകുന്നു. BJPയെ എതിർക്കുന്ന പാർട്ടികളിലെ നേതാക്കൾക്കെതിരെ ED കേസുകൾ എടുക്കുന്നു. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എനിക്ക് പ്രധാനമായും ഇന്ത്യ മുന്നണിയിലെ ചില ഭിന്നതകളുണ്ട്. തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുമാണ് പരസ്യമായി തന്നെ ഇതിൽ ഭിന്നത രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളും അദാനി വിഷയത്തിൽ ബന്ധപ്പെട്ട് പാർലമെന്റിനുള്ളിൽ നടക്കുന്ന പ്രതിഷേധത്തിലോ അല്ലെങ്കിൽ വാക്കൌട്ടിലോ ഒന്നും അവർ രണ്ടുപേരും പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, മമതാ ബാനർജി കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്നും അതിനർത്ഥം പരോക്ഷമായ അർത്ഥം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇതിന് പ്രാപ്തമല്ല എന്നുള്ള വിമർശനം കൂടിയായിരുന്നു. അതിനെ സമാജ്വാദി പാർട്ടിയും അതോടൊപ്പം തന്നെ ശരത് പവാറും പിന്തുണ അറിയിച്ചിരുന്നു മമതാ ബാനർജിയുടെ വാക്കുകൾക്ക്. അങ്ങനെ ഒരു ഭിന്നത ഇപ്പോഴും ഇന്ത്യ മുന്നണിയിൽ നിലനിൽക്കുകയാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭിന്നത കണക്കിലെടുക്കേണ്ടതില്ല. അദാനി വിഷയത്തിൽ സ്വയം മുന്നോട്ട് പോകുക എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസിനൊപ്പമാണ് ഇടതു പാർട്ടികളും മറ്റ് ഇന്ത്യ ബ്ലോക്കിലെ മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളും ഒക്കെ അദാനി വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടിന് ഒപ്പമാണ് നിൽക്കുന്നത്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.